നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ റീഡിങ് റിലേഷൻഷിപ്പിൽ അകന്നു നിൽക്കുന്നവർ, നിങ്ങളുടെ പേഴ്സണായിട്ട് അകന്നു നിൽക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ഇപ്പോൾ റിലേഷൻഷിപ്പ് ഉപേക്ഷിച്ച് പോയവർ, റിലേഷൻഷിപ്പിൽ നോ കോണ്ടാക്റ്റ് ആയിട്ടിരിക്കുന്നവർ, സെപ്പറേറ്റഡ് ആയിട്ടിരിക്കുന്നവർ, അങ്ങനെയുള്ളവരെല്ലാം റിലേഷൻഷിപ്പിൽ 2025 എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാകുമോ അതാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ കാർഡ്സ് 1, 2, 3. ഇതിൽ ഏത് കാർഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ശ്രദ്ധിച്ച്. എൻ്റെ പൂച്ചക്കുട്ടിയുടെ വാലാണ്, അതിനോട് ഇരിപ്പുണ്ട്, അങ്ങനെ വന്നിരിക്കാറില്ല. അപ്പോൾ ഇന്ന് കയറി ഇരിപ്പുണ്ട്. എന്താണാവോ, പിൻറ്റ എന്നാണ് പേര്. അപ്പോൾ 1, 2, 3 കാർഡ്സാണ് നമ്മൾ എടുത്ത് വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജിയാണ് കേട്ടോ. അപ്പോൾ അതാണിത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കാൻ പോകുന്നത് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നോക്കും. പിന്നെ എന്ത് കാരണം കൊണ്ടാണ് അവർ റിലേഷൻഷിപ്പ് ഉപേക്ഷിച്ച് പോയത്, പിന്നെ ഇപ്പോഴെന്താണ് അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ്, പിന്നെ അവർ തിരിച്ചു വരാൻ പറ്റുന്നൊരു സാഹചര്യത്തിലാണോ അത് നമ്മൾ ചോദിക്കും. യെസ് ഓർ നോ ആണ്. അങ്ങനെയോ യെസ് വരികയാണെങ്കിൽ അവർ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ, നോ ആണെങ്കിൽ നിങ്ങൾക്കൊരു ഗൈഡൻസ് തന്നിട്ട് നമ്മളത് ക്ലോസ് ചെയ്യും. യെസ് ആണെങ്കിൽ അവർ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ അത് നമ്മൾ ചോദിക്കും. അങ്ങനെയാണ് റീഡിങ് മുമ്പോട്ട് പോകാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ പൂച്ചകളുടെ സൗണ്ടാണ് അതൊക്കെ. അവരിവിടെ എല്ലാ ദിവസവും ഇന്ന് എല്ലാവരും ഇവിടെ വന്നിരിപ്പുണ്ട്, റീഡിങ്ങിൻ്റെ എടുക്കുന്നുണ്ട് അവിടെ. അപ്പോൾ എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഒന്നാമത്തെ കാർഡിൻ്റെ റീഡിങ് എടുക്കാം. ഒരു തന്നെ ഇവിടെ ഇരുന്ന് മുകളിലേക്ക് നോക്കിയിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ കാർഡ്, ഇത് മൂന്നാമത്തെ കാർഡ്. ആദ്യം നമുക്ക് ഓറക്കൽ മെസ്സേജ് ആണ് നോക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇത് ഒന്നാമത്തെ കാർഡിൻ്റെ റീഡിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. ആദ്യം ഓറക്കൽ മെസ്സേജ് നമുക്ക് നോക്കാം. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ഒരു റീഡിംഗ് ആണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇത് ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഏതായാലും ഈ 3 കാർഡ്സ് ഞാൻ എടുക്കുകയാണ്. 4 കാർഡ്സ് ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാർഡ് പറയുന്നത് സീസ് ദ മൊമെൻറ്റ്, എക്സിക്യൂട്ട് യുവർ പ്ലാൻസ് ഫോർ സക്സസ്. അപ്പോൾ ഇത് റൈറ്റ് ടൈമാണ് നിങ്ങൾക്ക് പുതിയതായിട്ട് കാര്യങ്ങൾ തുടങ്ങാനോ, അല്ലെങ്കിൽ നിങ്ങൾ കുറേ നാളായിട്ട് തുടങ്ങണം എന്ന് വിചാരിച്ചിട്ട് തുടങ്ങാതിരുന്ന കുറേ കാര്യങ്ങൾ, അതിനെല്ലാം സക്സസ്ഫുൾ ആവണമെങ്കിൽ ഇത് റൈറ്റ് ടൈമാണ് തുടങ്ങാൻ എന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയൊരു യാത്ര നിങ്ങളുടെ ലൈഫിൽ കിടക്കുന്നുണ്ട്. അത് ചിലപ്പോൾ സ്പിരിച്വൽ യാത്രയായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഇറങ്ങി പുറപ്പെടേണ്ടി വരുന്ന ഒരു യാത്രയായിരിക്കാം. പിന്നെ ഉള്ളത് ഡിവൈൻ ഇൻ്റർവെൻഷൻ ആണ്. ഡിവൈൻ ഇൻ്റർവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാനും അത് സക്സസ്ഫുൾ ആയിട്ട് വരാനും, പിന്നെ നിങ്ങളെ എതിർത്ത് നിൽക്കുന്ന ആളുകൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും എല്ലാം വേണ്ടിയിട്ട് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ഒരു സപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ട്, ഇടപെടലിൻ്റെ ആവശ്യമുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് നിങ്ങൾ ട്രൈ ചെയ്യണം. പിന്നെ എംബ്രേസ് ചേഞ്ച് ഓഫ് പ്ലേസ് വിത്ത് കോഷൻ. നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു പുതിയ സ്ഥലത്തിലേക്ക് പോകുകയാണെങ്കിൽ അവിടെ പോകുമ്പോൾ നമ്മൾ ആദ്യം അത് കേൾക്കുമ്പോഴും യാത്ര തുടങ്ങും. നിങ്ങൾക്കൊരു ലോങ് ജേർണി പറയുന്നുണ്ടല്ലോ, അപ്പോൾ നിങ്ങൾ യാത്ര തുടങ്ങുമ്പോൾ നിങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. പക്ഷേ കുറച്ച് കെയർഫുൾ ആയിട്ട് മുമ്പോട്ട് പോകണമെന്നാണ് ഓറക്കൽ മെസ്സേജ് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജിയാണ് ഇത്. നിങ്ങൾ ഉപേക്ഷിച്ച് പോയാൽ, അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിലിരിക്കുന്ന, സെപ്പറേഷനിലിരിക്കുന്ന, എന്ത് കാര്യം കൊണ്ടാണെങ്കിലും സെപ്പറേറ്റഡ് ആയിട്ടുള്ള ആ ഒരു പേഴ്സൻ്റെ എനർജിയാണിത്. അപ്പോൾ 2025 എന്തെങ്കിലും ഈ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാകുമോ അതാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി ഫുൾ കാർഡാണ്. ഫുൾ കാർഡ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എവിടെയെങ്കിലും അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരിക്കും. മനസ്സിലായോ? ഒരു എത്തുംപിടി ഇല്ലാതെ, ഒരു എയിം ഇല്ലാതെ നടക്കുന്ന ഒരു എനർജി ആയിരിക്കാം ഈ പേഴ്സൺ. അതല്ലെങ്കിൽ ഒരു കാര്യത്തിലേക്ക് കയറാൻ പോകുമായിരിക്കും, ഒരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടി ട്രൈ ചെയ്യായിരിക്കാം. ഒരു റിസ്ക് എടുക്കാൻ പോകുന്നു. എല്ലാവരും എതിർക്കുന്നുണ്ടെങ്കിലും രണ്ടും കൽപ്പിച്ചു
എന്തോ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെടാൻ വേണ്ടി നിൽക്കുന്ന ഒരു എനർജി ആയിട്ടാണ് ഇത് കാണിക്കുന്നത്. അക്വേറിയസ് ആണിത്, അക്വേറിയസ് ഏരീസ്. നമുക്ക് ഇതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. Seven of Pentacles Nine of Swords ആണ് വന്നേക്കുന്നത്. Seven of Pentacles എന്ന് പറഞ്ഞാൽ ഒരു ഇതുവരെ ഇൻവെസ്റ്റ് ചെയ്ത ഒരു കാര്യം അതിനകത്ത് റിട്ടേണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജി. നമ്മളെല്ലാം എന്താ പറയുക, ഉഴുതുമറിച്ചു, വിത്ത് നട്ടു, വിത്ത് ഇപ്പോൾ പിടിച്ചു തുടങ്ങി, ചെടിയായി. ഇനി അതിൽ ഫലം കാണണം, അത് വിറ്റിട്ട് നമുക്ക് റിട്ടേൺ കിട്ടണം. നമ്മളെല്ലാം ഇൻവെസ്റ്റ്മെൻ്റ് ആണല്ലോ. എല്ലാം റിലേഷൻഷിപ്പ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മളൊരു കാര്യം കൊടുക്കുമ്പോൾ അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതിൽ നിന്ന് റിട്ടേൺ കിട്ടിയേ പറ്റുള്ളൂ. റിട്ടേൺ കിട്ടിയില്ലെങ്കിൽ അത് ലോസാണ്. മനസ്സിലായോ? അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. അപ്പോൾ ഈ പേഴ്സൺ റിട്ടേൺ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ. അതിൻ്റെ പ്രാരംഭ നടപടികളൊക്കെ ചെയ്ത് കഴിഞ്ഞു. അതിൽ നിന്ന് റിട്ടേൺ കിട്ടണം. അപ്പോൾ അതിൻ്റേതായ ഒരു സ്ട്രെസ്സാണ്, ഒരു റിസ്ക് ആണ് എടുക്കുന്നതെന്ന് ഈ പേഴ്സൺ അറിയാം. ആ പേഴ്സൺ അതിൻ്റെ വെയിറ്റിങ്ങിലാണ്. അതിൽ നിന്നൊരു റെസ്പോൺസ് കിട്ടിക്കഴിയുമ്പോൾ ഉടനെ യാത്ര തുടങ്ങുകയാണ്. ഒരു പുതിയ സിറ്റുവേഷൻ തുടങ്ങാനുള്ള ഒരു സിറ്റുവേഷൻ, ഒരു ഇതിലാണ് പേഴ്സൺ. അക്വേറിയസ്, ലിബ്ര, ജെമിനി, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. ഇനി നമ്മൾ ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നാണ് നോക്കുന്നത്. ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ആണ് നമ്മൾ നോക്കുന്നത്. ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നാണ് നോക്കുന്നത്. എന്താണ് നീ വെച്ചുണ്ടാക്കുന്നത്? ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? കമ്മ്യൂണിക്കേഷൻ ഇല്ല. അതുപോലെ തന്നെ കുറേ ലോസ് ഉണ്ടായിട്ടുണ്ട്. പണത്തിൻ്റെ കാര്യത്തിൽ ജോലിയൊന്നും ഇല്ലാത്തൊരു സിറ്റുവേഷനാണ് കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ ബിസിനസ്സൊക്കെ നടത്തിയിട്ട് അതെല്ലാം പൊളിഞ്ഞ ഒരു സിറ്റുവേഷൻ, തൽക്കാലത്തേക്ക് വരുമാനമൊന്നും ഇല്ലാത്തൊരു സിറ്റുവേഷനിലാണ് ഈ പേഴ്സൺ. അതുപോലെ തന്നെ കാര്യങ്ങൾക്കെല്ലാം ഒന്നും അങ്ങോട്ട് കറക്റ്റായിട്ട് തുടങ്ങുന്നില്ല. എല്ലാം ഒരു മന്ദഗതിയിൽ പോകുന്ന പോലെ, കാര്യത്തിനെല്ലാം തടസ്സം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ പേഴ്സൺ. അപ്പോൾ വഴി അന്വേഷിക്കുക. അതുകൊണ്ട് തന്നെ ഇപ്പം ആരോടും അങ്ങനെ എന്ന് വെച്ചാൽ ഒരു ലൂസർ എന്ന് പറയില്ലേ നമ്മൾ, ഇത്രയും ഇപ്പം കുറേ കാര്യങ്ങളൊക്കെ, അതങ്ങനെ ആ വേർഡ് യൂസ് ചെയ്യാൻ പാടില്ല, അത് കൊള്ളില്ലാത്തൊരു വേർഡാണ്. പക്ഷേ എന്നാലും ചിലർ പറയില്ലേ, ഒരു സ്ഥലത്തും എത്തിപ്പെടാത്ത ഒരാൾ എന്ന് വെച്ചാൽ ഒരു കാര്യം പല കാര്യങ്ങൾ ചെയ്തു നോക്കി ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. അപ്പം മിക്കവരും മനസ്സ് മടുക്കും, വേണ്ടാന്ന് വെക്കും. പക്ഷേ ഈ പേഴ്സൺ എന്നാലും അതിന് പിന്നെയും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സക്സസ്ഫുൾ ആകണമെന്ന ആഗ്രഹമുള്ള ഒരു എനർജിയാണ്, ഫൈറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ. അപ്പോൾ ഇവിടെ ഹെർമിറ്റിനെ കാണിക്കുന്നുണ്ട്, വെർഗോ സോഡിയാക് സൈൻ ആണ്. പിന്നെ ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ, ഫാദർ ഓഫ് കിങ് ഓഫ് കപ്സിനെയാണ് കാണിക്കുന്നത്. ഈ പേഴ്സൺ ഇമോഷണലി ലോസ്റ്റ് ആണ്. ഇപ്പോൾ അധികം അങ്ങനെ ഇമോഷണൽ ഒന്നും ആകുന്നില്ല. നേരത്തെ കുറേ ഇമോഷണലായ ഒരു എനർജി ആയിരുന്നിരിക്കാം. ഇപ്പോൾ പേഴ്സൺ കുറച്ചുകൂടെ പ്രാക്ടിക്കലാണ്. മനസ്സിലായോ? അപ്പോൾ ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആരോടും വെക്കാൻ ആഗ്രഹിക്കാത്ത ഒരു എനർജിയാണ് ഇപ്പോൾ. ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഒരു ബാലൻസ് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പെസിമിസം അല്ലെങ്കിൽ ഒരു നിരാശയിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ്. പക്ഷെ എന്നാലും അത് പറ്റില്ല, അതിനെ ഫൈറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് ഈ പേഴ്സൺ. അപ്പോൾ ഇതിൽ ഞാൻ നിരാശപ്പെടില്ല. ചിലപ്പോൾ അങ്ങേയറ്റത്തേക്ക് പോയൊരു എനർജി ആയിരിക്കാം, നിരാശയുടെ ഡിപ്രഷനിലേക്ക് പോയിട്ട് തിരിച്ച് കരകയറിക്കൊണ്ടിരിക്കുമ്പോൾ രണ്ടും ഒരു ഫൈറ്ററാണിത്. സ്ത്രീ ആയാലും പുരുഷനായാലും ഒരു ബാലൻസ് കൊണ്ടുവരാനാണ് നോക്കുന്നത്. ഇങ്ങനെ ജീവിച്ചാൽ പറ്റില്ല, എനിക്ക് ഈ ജീവിതം കൊണ്ട് മുമ്പോട്ട് പോകണം, കാര്യങ്ങൾ നന്നായിട്ട് നടക്കണം, പൈസ പോയ കാര്യങ്ങളെല്ലാം തിരിച്ചു പിടിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സണൽ. സാജിറ്റേറിയസ്, വെർഗോ, പിന്നെ ബാക്കി ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ഒക്കെയാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് പേഴ്സൺ ഈ റിലേഷൻഷിപ്പ് ഉപേക്ഷിച്ച് പോയത്? അതാണ് നമ്മൾ നോക്കുന്നത്. ഈ പേഴ്സൺ ഈ റിലേഷൻഷിപ്പ് ഉപേക്ഷിച്ച് പോകാനുണ്ടായ കാര്യം എന്താണ്?
സിറ്റുവേഷൻ എന്താവും, അതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇതൊരു മാരേജ് സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ. ഇത് എല്ലാം കൊണ്ടും പൈസ എല്ലാം ഉണ്ടായിരുന്ന ഒരു നല്ലൊരു ഫാമിലി ആയിരുന്നു. പക്ഷേ അവിടെ ഈ പേഴ്സണ് ചിലപ്പോൾ അത്യാഗ്രഹമായിരുന്നിരിക്കാം. അപ്പം നിങ്ങൾ എതിർത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ മറ്റുള്ളവർ എതിർത്തിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും രണ്ടും കൽപ്പിച്ച് പോയിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കി തിരിച്ചു വരാമെന്ന് പറഞ്ഞ് പോയ ഒരാളാണ്. ഒരു ചോയ്സ് എടുത്താണ്. ഫാമിലി വേണോ ഫിനാൻസ് വേണോ എന്ന് എടുത്തു. ഇപ്പോൾ ഫിനാൻസിൻ്റെ അല്ലെങ്കിൽ അതല്ല, ഫിനാൻസിൻ്റെ പുറകെ പോയ ഒരാളാണ്. കൂടുതൽ ഫിനാൻസ് വേണം, ഉള്ളതിൽ ഇത് പോരാ, ഇനിയും വേണം എന്ന് ആഗ്രഹിച്ച് മുമ്പോട്ട് പോയ ഒരു എനർജിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പേഴ്സൺ ഉപേക്ഷിച്ച് പോയത് റിലേഷൻഷിപ്പ്. പിന്നെ തിരിച്ചു വരാൻ പറ്റാത്തത്രയും അകലത്തിലേക്ക് പോയത് കൊണ്ടായിരിക്കാം ഒരു നോ കോണ്ടാക്ട് അല്ലെങ്കിൽ ഒരു ഉപേക്ഷ വിചാരിച്ചത് റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് കേട്ടോ. എന്തായാലും ഇപ്പോഴും പേഴ്സൺ പൈസ തിരിച്ചു പിടിക്കാനും കൂടുതൽ പൈസ ഉണ്ടാക്കാനും ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് ഉണ്ടാക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോയ സമയത്ത് റിലേഷൻഷിപ്പ് നിങ്ങളോട് പറയാണ്ടാണ് പോയത്. ഇത് അബാൻഡൻ ചെയ്ത സിറ്റുവേഷനാണ് കേട്ടോ. അപ്പോൾ ഒരു അത്യാഗ്രഹം കൊണ്ട് പോയതാണ്. വലിയ നിലയിൽ എത്തണം എന്ന് വിചാരിച്ച് പോയൊരു എനർജിയാണ്. എല്ലാവർക്കും വേണ്ടിയിട്ടാണ് പോയത്, പക്ഷെ എങ്ങും എത്തിയില്ല. അതുകൊണ്ടാണ് ഇതിപ്പോൾ നോ കോണ്ടാക്ട് ഇരിക്കുന്നതെന്നാണ് പറയുന്നത്. ഇപ്പം പക്ഷെ കുറച്ചും കൂടെ ഒരു അവയർനെസ് വരുന്നുണ്ട്. ഇങ്ങനെ ഇരുന്നാൽ പോരാ, എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എന്നിട്ട് പൈസ ഉണ്ടാക്കണം. മെയിനായിട്ട് പൈസയുടെ കാര്യമാണ് ഈ പേഴ്സണിൻ്റെ മനസ്സിൽ കേട്ടോ. അപ്പോൾ പൈസ ഉണ്ടാക്കി മാറിയിടാൻ കേട്ടോ, പൈസ ഉണ്ടാക്കണം തന്നെ പിന്നെ കുട്ടിമാരെ പൈസ ഉണ്ടാക്കണം തന്നെയാണ് ഈ പേഴ്സൻ്റെ ആഗ്രഹം കേട്ടോ. അപ്പോഴാണ് ഒരു തിരിച്ചറിവ്. നേരത്തെ സ്റ്റക്കായിരുന്നു, പാസ്റ്റിനെ കുറിച്ചിട്ട് വരുന്നില്ല, എനിക്ക് വേണ്ട റിലേഷൻഷിപ്പ് എന്നൊക്കെ വിചാരിച്ചു. ഇനിയിപ്പോൾ ഏത് മുഖവും കൊണ്ട് ഞാൻ ഇനി തിരിച്ചു ചെല്ലും, എല്ലാവരും എന്നെ പ്രതീക്ഷിച്ചിരിക്കുകയായിരിക്കും, ഞാൻ വരുന്നതും കാത്തിരിക്കുകയായിരിക്കും, പക്ഷെ ഒന്നുമില്ല കാണിക്കാനായിട്ട്. അപ്പോൾ തിരിച്ചു പോയിട്ട് എന്താണ് കാര്യം എന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു ആദ്യം. പക്ഷെ ഇപ്പോൾ അതിനൊരു വ്യത്യാസം വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ രണ്ടും കൽപ്പിച്ച് പോയ ആളാണിത് കേട്ടോ. റിലേഷൻഷിപ്പ് ഉപേക്ഷിക്കണം എന്ന് വിചാരിച്ച് പോയതല്ല, നല്ല നിലയിലാവണമെന്ന് വിചാരിച്ച് പോയതാണ്, എല്ലാം തിരിച്ചു പിടിക്കണം എന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷെ പിന്നെന്തോ ലൈഫ് കൈവിട്ട് പോയ പോലെ ആയിപ്പോയി പേഴ്സൻ്റെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ ആണ്. ഈ പേഴ്സണ് നിങ്ങളോട് ഇപ്പോൾ എന്താണ് ഫീലിങ്സ്? പേഴ്സണ് നിങ്ങളോട് എന്താണ് ഫീലിങ്സ്? തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര സ്ട്രെസ്സാണ്. തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. വരുന്നതിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഭയങ്കര സ്ട്രെസ്സാണ്. കയ്യും വീശി വരുന്നത് എങ്ങനെയാണ്, എല്ലാവരും കാത്തിരിക്കില്ലേ, അങ്ങനത്തെ ഒരു ചിന്ത ഈ പേഴ്സൺ ഉണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ഒരു പുരോഗതി ഉണ്ടായതിന് ശേഷം മാത്രമേ തിരിച്ചു വരുള്ളൂ എന്ന് തന്നെയാണ് ഈ പേഴ്സൺ വിചാരിക്കുന്നത് കേട്ടോ. നെഗറ്റീവ് കാർഡ്സ് ആണ് കൂടുതൽ വരുന്നത്. ഒരു ഡിസിഷൻ എടുത്തിട്ടില്ല വരണം എന്ന്. ലവേഴ്സ്, നിങ്ങളോട് ഇപ്പോഴും സ്നേഹമുണ്ട്, നിങ്ങളൊരു സോൾമേറ്റ് കണക്ഷൻ ആണ്. നിങ്ങൾ ഉപേക്ഷിച്ചതിൽ സങ്കടം ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ തിരിച്ചു വരണമെങ്കിൽ ഇനിയും കുറേ കാര്യങ്ങൾ നേടാനുണ്ട്, എന്നിട്ടേ വരുള്ളൂ. അപ്പോൾ ഇപ്പോഴും പ്ലാനിങ്ങിലാണ്, മനസ്സിലായി. എങ്ങും എത്താതെ തിരിച്ചു വരാൻ പറ്റില്ല എന്നാണ് ഈ പേഴ്സൻ്റെ ഒരു മനസ്സ്. അപ്പം നിങ്ങളോടുള്ള ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളോട് ഇപ്പോഴും ലവേഴ്സാണ്, നിങ്ങൾ ലവറായിട്ട് തന്നെ കാണുന്നത്. നിങ്ങളോട് ഇപ്പോഴും ഒരു ആത്മബന്ധമുണ്ട്, ഒരു ബോണ്ട് ഉണ്ട് നിങ്ങളോട്. അതിപ്പോഴും വിട്ടു പോയിട്ടില്ല ഈ പേഴ്സൻ്റെ മനസ്സിൽ നിന്ന്. ജെമിനായി സോഡിയാക് സൈൻ ആണിത്. ഇനി അവർ തിരിച്ചു വരാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലാണോ? ഇത് ഈ പേഴ്സൻ്റെ മനസ്സിലുള്ള ചിന്തകളാണല്ലോ. എനിക്ക് ഇങ്ങനെ വേണം, അങ്ങനെ വേണം, അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്നൊക്കെ പറയുന്നത്. തിരിച്ചു വരാനുള്ള ഒരു ഓഫർ തരാൻ പൈസ, ആവശ്യത്തിന് പൈസ ആയിട്ടുണ്ട്, പക്ഷെ ഇത് പോരാന്നൊരു ആർത്തി ഈ പേഴ്സൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ട്. മനസ്സിലാവും. നമുക്ക് ഒരു കാര്യം ചെയ്യുമ്പോൾ സക്സസ്ഫുൾ ആകുമ്പോൾ അതിന് പ്രതിഫലം കിട്ടുമ്പോൾ അത് കൂടുതൽ വേണം. നമ്മളൊരു ലിമിറ്റ് വെക്കുന്നില്ല. അപ്പം നമുക്ക് കുറച്ച് കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് കാര്യം തൽക്കാലത്തേക്ക് കാര്യം നടത്താൻ പറ്റും. അതുപോലെ തന്നെ ഇനിയും അതിൻ്റെ പുറകെ പ്രവർത്തിക്കാം എന്നൊരു ബോധം വരുമ്പോൾ ഈ പേഴ്സണ് വരാം. പക്ഷേ ഈ പേഴ്സൺ എപ്പോഴും ആ ഒരു ഓഫർ തരാൻ, നിങ്ങൾക്കൊരു ഓഫർ തരാനുള്ള പ്രാപ്തിയൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഇപ്പോഴും ആർത്തിയോട് പൈസ ഇപ്പോൾ ഒരു യാത്രയ്ക്ക് ദൂരെ എവിടെയോ ആണ്, അപ്പോൾ ഇപ്പോൾ ഒരു യാത്രയ്ക്കുള്ള പൈസ ചിലവാക്കുക. വെറും കൈയോടെ വരാൻ പറ്റില്ല, ഗിഫ്റ്റ് മേടിക്കണം, നിങ്ങൾക്ക് കുറേ പണം തരണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനിത് പോരാ, ഇനിയും വേണം
എന്ന് വിചാരിച്ചിട്ടാണ് ഈ പേഴ്സൺ വരാത്തത്. അപ്പോൾ ഇപ്പോഴും ഡിറ്റാച്ച് ചെയ്ത് ഇമോഷണലി പേഴ്സണ് വരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇമോഷണലി ഡിറ്റാച്ച് ചെയ്താണ് ഈ പേഴ്സൺ ഇരിക്കുന്നത്. നിങ്ങൾ ഈ പേഴ്സണൽ സിറ്റുവേഷൻ മനസ്സിലാക്കുമെന്ന് അറിയാം. പക്ഷെ എന്നാലും ഈ ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. അപ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ചാൽ ഫ്രണ്ട്സിൻ്റെ കൂടെ നിൽക്കുമ്പോൾ അവരെല്ലാം കൂടെ ചിലപ്പോൾ ഒരു വീടെടുത്ത് താമസിക്കുകയായിരിക്കും. അപ്പോൾ ഒരു ഭർത്താവിന് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് കുട്ടികൾക്കൊന്നും അവിടെ ചെന്ന് നിൽക്കാനുള്ള ഒരു പരിതസ്ഥിതി ആയിരിക്കില്ല. അതുകൊണ്ടായിരിക്കും ഈ പേഴ്സൺ വരാത്തത്. ചിലപ്പോൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കൂടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ കൊണ്ടുപോകാൻ പറ്റില്ല, പിന്നെയും പ്രശ്നങ്ങളിലേക്ക് പോകും. അതൊക്കെ കൊണ്ടിട്ടാണ് ഈ പേഴ്സൺ ഇങ്ങനെ വിചാരിക്കുന്നത്. പക്ഷേ പൈസ ഇപ്പോൾ ഒരുവിധമൊക്കെ പൈസ ആയിട്ടുണ്ട് ഈ പേഴ്സണ്, പക്ഷെ അത് മതിയാവുന്നില്ല എന്നൊരു ചിന്തയുണ്ട്. ഇവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അതാണ് നമുക്ക് മെയിനായിട്ട് ചോദിക്കേണ്ടത്. യെസ് ആണ് പറയുന്നത്. അവർക്ക് തിരിച്ചു വരാൻ ആഗ്രഹമുണ്ട്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്നുണ്ട് വളരെ സ്ട്രോങ് ആയിട്ട്, കേട്ടോ. അപ്പോൾ പക്ഷേ അത് ഭയങ്കര സ്ലോ ആയിട്ടേ വരുള്ളൂ, പെട്ടെന്നൊന്നും വരില്ല ഈ പേഴ്സൺ. ഇത് നൈറ്റ് ഓഫ് പെന്റക്കിൾസ് ആണ്, വളരെ സ്ലോ. ചിലപ്പോൾ 1 വർഷം 2 വർഷം എല്ലാം കഴിഞ്ഞിട്ടേ ഈ പേഴ്സൺ ചെയ്യുള്ളൂ. കാരണം എല്ലാം വളരെ കാൽക്കുലേറ്റീവ് ആയിട്ട് ചെയ്യുന്നത്, വളരെ സ്ട്രാറ്റജിക് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത് ഈ പേഴ്സൺ. മനസ്സിലായോ? പാഷനൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും കൂടുതലും ഒരു സക്സസ്സിന് വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ ട്രൈ ചെയ്യുന്നത്. നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന പേഴ്സൺ ഒരു ധൈര്യമുള്ളത് കൊണ്ടാണോ ഈ പേഴ്സൺ ഇങ്ങനെ വിചാരിക്കുന്നതെന്ന് അറിയില്ല. ഇപ്പോൾ ചിലപ്പോൾ ഈ പേഴ്സണ് നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത്, നിങ്ങൾ ജീവിതമായിട്ട് മുമ്പോട്ട് പോയോ, നിങ്ങൾ വേറെ വിവാഹം കഴിച്ചോ, നിങ്ങളുടെ ലൈഫിൽ വേറെ ഏതെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ എന്നൊന്നും ഈ പേഴ്സൺ അറിയില്ല. അപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹമുണ്ട്, പക്ഷെ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ടൊരു അൺഹാപ്പിനെസ് ഉണ്ട്. റീകൺസിലിയേഷൻ വേണം, പക്ഷേ വിവാഹം ഇപ്പോഴും വാലിഡ് ആണോ? കുറേ വർഷങ്ങളായി പോയിട്ട്, ഒരു 10-15 വർഷമൊക്കെ ആയിട്ടുണ്ടാവും കാണാതായിട്ട് ഈ പേഴ്സണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ അത് ഓർക്കുമ്പോൾ ഈ പേഴ്സൺ ഒരു അൺഹാപ്പിനെസ് ഉണ്ട്, ഒരു ധൈര്യക്കുറവുണ്ട് വരാനായിട്ട് നിങ്ങളുടെ അടുത്തേക്ക്. കാരണം നിങ്ങൾ മറന്നു കിടക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഉപേക്ഷിച്ച ഒരു സിറ്റുവേഷനിലേക്ക് തിരിച്ച് നിങ്ങളെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്, അല്ലേ? അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഈ പേഴ്സൺ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക്, പക്ഷെ നിങ്ങളുടെ ലൈഫിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഈ പേഴ്സൺ, കേട്ടോ. അപ്പോൾ പക്ഷെ വളരെ വൈകിയേ വരുള്ളൂ, ഇത്ര പെട്ടെന്നൊന്നും ഈ പേഴ്സൺ വരില്ല. കാരണം വളരെ സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു എനർജിയാണ്. അതും എന്ത് കിട്ടിയാലും അത് പോരാന്ന് ചിന്തിക്കുന്ന ഒരു എനർജി ആയതുകൊണ്ടാണ് ഇങ്ങനൊരു പ്രശ്നം കാണുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ആദ്യത്തെ റീഡിങ്. ടോറസ്, ലിയോ, അക്വാരിയസ്, ഇവിടെ അധികം സ്ട്രോങ് ആയിട്ടുള്ള സോഡിയാക് സൈൻ കുറവാണ്. ഇവിടെ ജെമിനായി, ടോറസ്, ലിയോ, അക്വാരിയസ്, സ്കോർപിയോ, വെർഗോ, സാജിറ്റേറിയസ്, ഇത്രയുമാണ് സോഡിയാക് സൈൻസ് കണ്ടത്. അക്വാരിയസ്. ഇതാണ് ആദ്യത്തെ റീഡിങ്. ഇനി രണ്ടാമത്തെ റീഡിങ്ങിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ നമുക്ക് ഓറക്കിൾ മെസ്സേജാണ് ആദ്യം നോക്കേണ്ടത്. അപ്പോൾ 2025 നോ കോൺടാക്റ്റിലിരിക്കുന്ന, സെപ്പറേറ്റഡ് ആയിട്ടുള്ളവർ അല്ലെങ്കിൽ ഉപേക്ഷിച്ച് പോയവർ, അങ്ങനെയുള്ള റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാകുമോ, അതാണ് നമ്മൾ നോക്കുന്നത്. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഈ കാർഡ് മറിഞ്ഞു വരണം, എന്നാലേ അതൊരു മെസ്സേജ് ആയിട്ട് ഞാൻ എടുക്കുകയുള്ളൂ. അല്ലെങ്കിൽ കുറേ കാർഡ് വന്നുകൊണ്ടോ എല്ലാം വായിക്കാം. അപ്പോൾ ഒന്നാമത്തെ കാർഡ് സ്നേക്ക്, പ്യൂരിഫൈ ത്രൂ യുവർ ത്രോട്ട് ചക്ര. നമ്മൾ സംസാരിക്കുമ്പോൾ അത് വളരെ സ്ഫുടമായിട്ട് പറയണം, വളരെ ക്ലിയർ ആയിട്ട് പറയണം. എന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകണം, അതാണ് ഉദ്ദേശം. തെറ്റിദ്ധാരണ പാടില്ല. അതുപോലെ ആംബിഗ്വിറ്റി എന്ന് പറയുന്നത് വെച്ചാൽ അവരെ ഗണിച്ചറിയുക, അങ്ങനത്തെ സിറ്റുവേഷനിലേക്ക് പോകുമ്പോഴാണ് കമ്മ്യൂണിക്കേഷൻ പ്രശ്നം ഉണ്ടാകുന്നത്.
പിന്നെ ഭസ്മാസുർ, മിസ്യൂസ് ഓഫ് പവർ. നമുക്ക് കിട്ടുന്ന ശക്തികൾ അല്ലെങ്കിൽ കഴിവുകൾ, അനുഗ്രഹങ്ങൾ നമ്മൾ മറ്റുള്ളവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം. അവരെ ദ്രോഹിക്കാൻ അത് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. രുദ്രാക്ഷ, ഡീടോക്സിഫിക്കേഷൻ ആൻഡ് ക്ലെൻസിങ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷൻ വളരെ ടോക്സിക് ആണെന്നാണ് പറയുന്നത്, അത് ക്ലെൻസ് ചെയ്യണം. മെഡിറ്റേഷൻ, ഡിസ്കവർ യുവർ ട്രൂ സെൽഫ്. നമ്മൾക്ക് നമ്മളെ തന്നെ അറിയാതിരിക്കുമ്പോഴാണ് നമ്മൾ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുന്നത്. നമുക്ക് എന്താണ് നമ്മളെന്താണ്, നമുക്ക് എന്താണ് വേണ്ടത്, എന്താണ് വേണ്ടാത്തത് എന്ന് ക്ലിയറായ അറിവുള്ളവർ പ്രശ്നങ്ങളിൽ വളരെ കുറച്ച് ചാടാറുള്ളൂ. അല്ലെങ്കിൽ അവർ പെട്ടാൽ തന്നെ അതിനകത്ത് നിന്ന് പെട്ടെന്ന് ഊരിപ്പോരും. ഓക്കെ, അടുത്തത് എംബ്രേസ് ദ ചേഞ്ച് ഓഫ് പ്ലേസ് വിത്ത് കോഷൻ. അപ്പോൾ ഇത് നിങ്ങൾ പുതിയൊരു സ്ഥലത്തേക്ക്, ചിലപ്പോൾ നിങ്ങൾക്കൊരു സ്ഥലം മാറ്റമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയൊരു സ്ഥലത്തേക്ക്, വെക്കേഷനൊക്കെ അല്ലേ, സ്ഥലത്തേക്കൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ പുതിയൊരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്, പുതിയ ആളുകൾ. അപ്പോൾ ആദ്യമൊക്കെ എക്സൈറ്റിംഗ് ആണെങ്കിലും നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് അവരോട് ഇടപെടണം എന്നാണ് പറയുന്നത്. പിന്നെ ഡിവൈൻ ഇൻ്റർവെൻഷൻ, നിങ്ങളുടെ കാര്യങ്ങൾ സാധ്യം ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ അത്യാവശ്യമാണെന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു വലിയൊരു യാത്ര വരുന്നുണ്ടെന്നും പറയുന്നുണ്ട്. ഈ 3 കാർഡ് നേരത്തെ റീഡിങ്ങിൽ വന്നതാണ്, എന്നാലും നിങ്ങളുടെയിലും വന്നു. അതാണ് നമ്മൾ നോക്കേണ്ടത്. അത് എന്തുകൊണ്ട് വന്നു എന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും അത് കാര്യമായിട്ട് എടുക്കുക. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി ഒരു വൂണ്ടഡ് വാറിയർ ആണിത്. വൂണ്ടഡ് വാറിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിറ്റുവേഷനിൽ ചിലപ്പോൾ നിങ്ങളോട് വഴക്കിട്ടാണ് പോയെങ്കിൽ ആ വഴക്കിട്ട സിറ്റുവേഷൻ ഇപ്പോഴും മുറുക്ക പിടിക്കുന്ന, ഇപ്പോഴും വൈരാഗ്യത്തോടെ ഇരിക്കുന്ന ഒരു എനർജി ആയിരിക്കും. റിലേഷൻഷിപ്പിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് സെപ്പറേറ്റഡ് ആയിട്ടില്ല, പക്ഷേ അതുപോലെ തന്നെ ആ സിറ്റുവേഷൻ ഇപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്ന, ആ വൈരാഗ്യം വെച്ച് പുലർത്തുന്ന ഒരു എനർജിയാണിത് കേട്ടോ. അപ്പോൾ ഒന്ന് ക്ലാരിഫൈ ചെയ്യാം നമുക്ക്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ആണത്. ഇനിയും ഫൈറ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്ന ഒരു എനർജിയാണത്. തൽക്കാലത്തേക്ക് ഒരു ബ്രേക്ക് എടുത്തിട്ട് ഞാൻ ഇനിയും വരും, ഫൈറ്റ് ചെയ്യണം, എനിക്കിതിലൊരു കാര്യം തീരുമാനം അറിയണം എന്ന് വിചാരിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ 9 ഓഫ് Wands ഇത് തന്നെയാണ് ക്ലാരിഫൈ ചെയ്യുന്നത്. മനസ്സിലായി? ആക്ഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ എനർജിയാണ് വളരെ സ്ട്രോങ് ആയിട്ട് ഈ സിറ്റുവേഷനെ തന്നെ ഓർത്തിരുന്ന് മനസ്സിൽ വൈരാഗ്യത്തിൻ്റെ തീ കത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജി ആയിട്ടാണ് ഈ പേഴ്സണെ കാണിക്കുന്നത്. അപ്പോൾ 4 ഓഫ് സ്വേർഡ്സ് റിവേഴ്സ് എന്ന് പറയുമ്പോൾ, 4 ഓഫ് സ്വേർഡ്സ് അപ്രൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതെല്ലാം ഏകദേശം ഒരേ മീനിങ് വരുന്നതാണ്. ഇതെല്ലാം ഒരു യുദ്ധം കഴിഞ്ഞിട്ട് ഒരു റെസ്റ്റ് എടുത്തിട്ട് ഇതുവരെ എന്താ നടന്നത്, ഇനി എന്താണ് അടുത്ത പ്ലാൻ എന്ന് വിചാരിക്കുന്ന ഒരു യുദ്ധത്തിൻ്റെ ഒരു എനർജിയാണ് മൊത്തത്തിൽ കാണിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അതാണ് നമ്മൾ നോക്കുന്നത്. ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്. ഓക്കെ, ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഭയങ്കര ഒരു വയലന്റ് ആയ ഒരു എനർജിയാണ്. മനസ്സിലായോ? എടുത്തു ചാടി കാര്യങ്ങൾ ചെയ്യുന്ന, ഒരു പ്ലാനിങ്ങോട് കൂടെ ഒന്നും ചെയ്യാത്ത, വളരെ വയലൻ്റ് ആയിട്ട് പ്രതികരിക്കുന്ന ഒരു എനർജിയാണ് ഈ പേഴ്സൻ്റെ എനർജി. അപ്പോൾ 4 ഓഫ് Wands റിവേഴ്സ് ആണ്. നിങ്ങൾ റിലേഷൻഷിപ്പിനെ കുറിച്ച് ആര് സംസാരിച്ചാലും ഈ പേഴ്സൺ ഭയങ്കര സ്ട്രോങ് ആയിട്ട് പ്രതികരിക്കും. മനസ്സിലായോ? അപ്പോൾ ഇവിടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളുള്ളത് നിങ്ങൾ കാരണമാണെന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. ഒരു തരത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു എനർജിയാണിത്. ഇപ്പോഴും അവിവാഹിതയാണ് അല്ലെങ്കിൽ അവിവാഹിതനാണ്, അതാണ് കാണിക്കുന്നത്. പക്ഷേ ആരോടെങ്കിലും പറഞ്ഞാൽ ഇനിയിപ്പോൾ എന്തിനാണ് ഒരെണ്ണം കഴിച്ചതിൻ്റെ ക്ഷീണം മാറിയിട്ടില്ല എന്നൊക്കെ ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ? അതുപോലത്തെ ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ കുട്ടികളുണ്ടോ ഈ റിലേഷൻഷിപ്പിൽ? അങ്ങനെയാണെങ്കിൽ കുട്ടികളെ എങ്ങനെ തിരിച്ച് ഈ പേഴ്സണ് കൊണ്ടുപോകാം, അല്ലെങ്കിൽ കുട്ടികൾ ഈ പേഴ്സൻ്റെ കൂടെയാണെങ്കിൽ നിങ്ങളെ മീറ്റ് ചെയ്യാൻ സമ്മതിക്കില്ല കുട്ടികളെ, അങ്ങനത്തെ ഒരു എനർജിയാണ്. അപ്പോൾ മറ്റുള്ളവർ നിങ്ങൾ തമ്മിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ സംസാരിച്ച് തീർക്കാൻ
ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും ഈ പേഴ്സൺ ഒരു തരത്തിലും അടുക്കില്ല. ഈ പേഴ്സണ് റിലേഷൻഷിപ്പ് വേണ്ട, എനിക്ക് മുമ്പോട്ട് പോകണം, എന്നാലും മുമ്പോട്ട് പോകുകയുമില്ല. നിങ്ങൾ മാക്സിമം അങ്ങോട്ട് വെള്ളം കുടിപ്പിക്കുക, വേദനിപ്പിക്കുക. നിങ്ങളുടെ ജീവിതം സ്മൂത്തായിട്ട് പോകാൻ പാടില്ല. അങ്ങനെ എൻ്റെ അടുത്ത് നിന്ന് മാറിയിട്ട് ഇയാൾ അങ്ങനെ സന്തോഷിക്കണ്ട, അല്ലെങ്കിൽ ഇവൾ അങ്ങനെ സന്തോഷിക്കണ്ട എന്ന് വിചാരിക്കുന്ന വളരെ വയലൻ്റ് ആയൊരു എനർജിയാണത്. വളരെ അസൂയുള്ള, അല്ലെങ്കിൽ നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ഇനി നിങ്ങൾ എന്താ പറയുക, ഒരു ഡിവോഴ്സിന് വെയിറ്റ് ചെയ്യുവല്ലോ ആണോ, എന്നാലും തരില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ നിങ്ങൾ സന്തോഷിക്കേണ്ട എന്നാണ് ഈ പേഴ്സൺ പറയുന്നത് കേട്ടോ. ഇവിടെ ഒന്നും സ്ട്രോങ് ആയിട്ടുള്ള സോഡിയാക് സൈൻസ് വന്നിട്ടേ ഇല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് റിലേഷൻഷിപ്പ് ഇങ്ങനൊരു സിറ്റുവേഷനിലേക്ക് പോയത്? രണ്ടുപേർക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു, ദൂർത്തായിരുന്നു, പണത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊരു എന്താ പറയുക, പല റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു റിലേഷൻഷിപ്പ് പോലെയാണ് കാണിക്കുന്നത്. വളരെയധികം റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരുന്നു. അതൊന്നും കൈവിടാനായിട്ട് രണ്ടു പേരിൽ ആരാണാവോ റെസ്പോൺസിബിലിറ്റി തലയിൽ കയറ്റി വെച്ചിരുന്നത്, ആ പേഴ്സൺ റെസ്പോൺസിബിലിറ്റീസ് മറ്റുള്ളവരിലേക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ അത് ഉപേക്ഷിക്കാനോ മീൻസ് റെഡി ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു, ഇഷ്ടംപോലെ പണത്തിൻ്റെ നഷ്ടമുണ്ടായിരുന്നു നിങ്ങൾക്ക്. അപ്പം അങ്ങനൊരു സിറ്റുവേഷനിൽ പണത്തിൻ്റെ കാര്യത്തിലും പിന്നെ ഉത്തരവാദിത്തങ്ങൾ ആരെടുക്കണം ആരെടുക്കണ്ട ഇങ്ങനെയുള്ള ചർച്ചകളിലൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ റിലേഷൻഷിപ്പിൽ വന്നത്. മനസ്സിലായോ? അപ്പോൾ രണ്ടുപേരും വാശിക്കാരാണോ? അപ്പോൾ നിങ്ങൾ സ്നേഹം കാണിച്ചാലും അത് കപടമാണെന്ന് ആ പേഴ്സണ് തോന്നിയിട്ടുണ്ട്. നിങ്ങൾ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ കൂടെ നിന്നിരുന്നത്, അല്ലാതെ നിങ്ങൾക്ക് പേഴ്സണോട് സ്നേഹമില്ല, സ്ത്രീ ആയാലും പുരുഷനായാലും. അങ്ങനത്തെ ഒരു ചിന്ത ഈ പേഴ്സൺ, നിങ്ങളുടെ സ്നേഹം അഭിനയമായിരുന്നു എന്നാണ് ഈ പേഴ്സൺ വിചാരിച്ചിരുന്നത്. മനസ്സിലായി? അതുകൊണ്ടാണ് കാരണം ചിലർ നമ്മൾ എന്താ പറയുക, ചിലർ ഓവറായിട്ട് സ്നേഹം കാണിക്കും അല്ലേ? ചിലർ ഉള്ളിൽ സ്നേഹം ഉണ്ടെങ്കിൽ അത് പുറത്ത് പ്രകടിപ്പിക്കാൻ അറിയാത്തവരുണ്ട്. അപ്പോൾ നിങ്ങൾ സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ ഈ പേഴ്സൺ സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയാത്ത ആളാണ്, സ്നേഹം ഉള്ളിൽ വെച്ചിട്ട് പെരുമാറുന്ന ആളാണ്. അപ്പോൾ തമ്മിലൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. നിങ്ങൾ സ്നേഹം കൂടുതൽ കാണിക്കുമ്പോൾ ഈ പേഴ്സൺ അതൊരു കള്ളത്തരമായിട്ട് തോന്നിയിരുന്നു. ഈ പേഴ്സൺ ആണെങ്കിൽ നിങ്ങളോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടതും അറിയില്ലായിരുന്നു, എങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിക്കേണ്ടതെന്നും അറിയില്ലായിരുന്നു, എങ്ങനെയാണ് കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കേണ്ടതും അതൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ അതിൻ്റേതായ ഒരു സ്ട്രെസ്സ് വളർന്നാണ് രണ്ടുപേരും പതുക്കെ പതുക്കെ മിണ്ടാതെയായി. പിന്നെ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലേക്ക് പോയി. അങ്ങനെയാണ് കാണിക്കുന്നത്. വെർഗോ ആണ് സോഡിയാക് സൈൻ. സോ അത് മാത്രമാണ് സ്ട്രോങ് ആയിട്ട് ഇവിടെ വന്നത്. ഇപ്പോൾ എന്താണ് നിങ്ങളോടുള്ള ഫീലിങ്സ് ഈ പേഴ്സണ്? നിങ്ങൾ ഭയങ്കര വഴക്കാളിയാണെന്നാണ് പറയുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഭയങ്കര ഉഴപ്പാണ്, എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും മറിഞ്ഞും വരാൻ കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ എടുക്കുക. ഇവിടെ പറയുന്നത്, ഈ പേഴ്സൺ പറയുന്നത് നിങ്ങൾ ഭയങ്കര ഉഴപ്പാണെന്നാണ്. പല റിലേഷൻഷിപ്പുള്ള ആളാണ്, അതുപോലെ തന്നെ എല്ലാ കാര്യത്തിനും ഈ പേഴ്സണെ എതിർത്തിരുന്ന ഒരാളാണെന്നാണ് പറയുന്നത്. എപ്പോഴും ഈ പേഴ്സണായിട്ട് ഫൈറ്റ് ചെയ്യും. ഒരു കാര്യത്തിൽ നിങ്ങൾ തമ്മിൽ ഒരു എഗ്രിമെൻറ്റിൽ വരാറുണ്ടായിരുന്നില്ല എന്ന്. അതുപോലെ നിങ്ങൾക്ക് ഭയങ്കരമായ കള്ളത്തരമുണ്ട്, എല്ലാവരുടെ മുമ്പിലും വലിയ ആളായിട്ട് നിൽക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പോൾ ഈ പേഴ്സൺ ഒരു വിലയും നിങ്ങൾ കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. മനസ്സിലായി? ഈ പേഴ്സൺ ജോലിയെടുത്ത് കിട്ടുന്ന പൈസ നിങ്ങൾ മറ്റുള്ളവർക്ക് ചാരിറ്റി ആയിട്ട് കൊടുക്കുമ്പോൾ നിങ്ങളാണ് ക്രെഡിറ്റ് എടുത്തിരുന്നത്. മനസ്സിലായോ? അപ്പോൾ പേഴ്സൺ അറിയാതെ നിങ്ങൾ കുറേ പണം അങ്ങനെ ചിലവാക്കിയിട്ടുണ്ടെന്നൊക്കെയാണ് ഈ പേഴ്സൺ വിചാരിക്കുന്നത്. ഒരു 2 നൈറ്റ്സ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേറെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നാണ് പറയുന്നത്. മനസ്സിലായോ? കാരണം നിങ്ങൾ എല്ലാവരെയും പ്ലീസ് ചെയ്യാൻ നോക്കുമായിരുന്നു, ആരോടും നോ പറയാൻ പറ്റാതെ എല്ലാവരെയും നിങ്ങൾ പ്ലീസ് ചെയ്ത് നിൽക്കാൻ നോക്കുമ്പോൾ അത് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടാക്കിയിരുന്നു നിങ്ങളുടെ ലൈഫിൽ. അങ്ങനെയാണ് ഈ പേഴ്സൺ പോകാനിടയായെന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിൽ കുറേ വഴക്കുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ പേഴ്സണ് നിങ്ങളെ ഒട്ടും വിശ്വാസം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ ഒരു തേർഡ് പാർട്ടി കണക്ഷനൊക്കെ കാണിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്കാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് തേർഡ് പാർട്ടി കണക്ഷൻ ഉണ്ടായിരുന്നാണ് പേഴ്സൺ പറയുന്നത്. അക്വയറീസ് ആണത്. അങ്ങനെയാണെങ്കിൽ ഇവര് തിരിച്ചു വരാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലാണോ? ഈ റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു വരാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലാണോ ഇവര്?
അല്ല സിറ്റുവേഷൻ, തിരിച്ചു വരാൻ പറ്റുന്ന സിറ്റുവേഷനിലല്ല. കാരണം തിരിച്ചു വന്നാലും നിങ്ങളെ വിശ്വാസമില്ലാത്തൊരു എനർജിയാണ് ഈ പേഴ്സൺ. മനസ്സിലായോ? അപ്പം നിങ്ങൾ ഭയങ്കര കണ്ണിങ് ആണെന്ന് ഈ പേഴ്സണ് തോന്നലുള്ളതുകൊണ്ട് ആ സംശയത്തിൻ്റെ ആ പ്രശ്നം മാറാത്തത്രയും കാലം ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് കാര്യമില്ല. അപ്പം ഈ ഒരു സിറ്റുവേഷൻ കൊണ്ട് തന്നെ ഈ പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങളൊരു ഡബിൾ എനർജിയാണ് ഈ പേഴ്സണെ കൺട്രോൾ ചെയ്തിരുന്നത്. അപ്പോൾ ഹാർട്ട് ബ്രോക്കൺ ആണ് ഈ പേഴ്സൺ, പക്ഷെ എന്നാലും വരാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ ജീവിതത്തിലേക്ക് കേട്ടോ. അപ്പം വന്നു കഴിഞ്ഞാൽ പിന്നെയും വഴക്ക് തുടങ്ങും. ആ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ആ ആളുകൾ, ഈ പ്രശ്നത്തെ ഉത്തരവാദികളായ ആളുകൾ ഇപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ നിൽക്കുന്നു. അതാണ് ഈ പേഴ്സൺ പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ വന്നിട്ട് കാര്യമില്ല എന്നാണ് പേഴ്സൺ പറയുന്നത്. അതുപോലെ തന്നെ ഈ സംശയം മാറാതെ അങ്ങോട്ട് വന്നിട്ട് ഒരു കാര്യവുമില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പേഴ്സൺ വരാൻ പറ്റിയ ഒരു സാഹചര്യത്തിലല്ല. മനസ്സ് നല്ലോണം മാറണം. ഈ പേഴ്സൺ എപ്പോഴും നിങ്ങളോട് അടി ഉണ്ടാക്കാൻ, എപ്പോഴും നിങ്ങളെ വിശ്വാസമില്ല അടി ഉണ്ടാക്കാൻ തന്നെയാണ്, ഫൈറ്റാണ് കാണിക്കുന്നത്. വളരെ പ്ലാനിങ്ങോടെ ഫൈറ്റ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ സ്നേഹത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കാത്തൊരു എനർജി, നിങ്ങളെ മാക്സിമം ബുദ്ധിമുട്ടിക്കണം, നിങ്ങൾക്ക് ഹാർട്ട് ബ്രേക്ക് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്ന ഒരു എനർജിയാണ്. ഇവർ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇവർ വരാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണെന്ന് പറയുന്നുണ്ട്. വലിച്ചെറിഞ്ഞു. ഇവിടെ ആഗ്രഹിക്കുന്നുണ്ടോ? മേ ബി എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് വഴക്കിടണമെന്ന് പറയുന്നുണ്ടെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. മനസ്സിലാ? വഴക്കിടാനാണെങ്കിലും അപ്പോൾ ഈ പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ വേറൊരു റിലേഷൻഷിപ്പിലും നിൽക്കാൻ കപ്പാസിറ്റി ഇല്ലാത്തൊരു എനർജിയാണ് നിങ്ങളുടെ ഈ പേഴ്സൺ. ഒരു റിലേഷൻഷിപ്പിലും നിൽക്കാൻ പറ്റില്ല ഈ പേഴ്സൺ. മനസ്സിലായി? അങ്ങനത്തെ ഒരു എനർജിയാണ്. അപ്പോൾ കാരണം അഡ്ജസ്റ്റ് ചെയ്യില്ല, കോംപ്രമൈസ് ചെയ്യില്ല, വിശ്വാസമില്ല, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട് ഈ പേഴ്സണ്. അപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മേ ബി എന്നാണ് പറയുന്നത്. കാരണം വേണമെങ്കിൽ വരാം എന്ന് വെച്ചാൽ എനിക്ക് ആഗ്രഹമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ വരാം എന്നാണ് പറയുന്നത്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വരാമെന്ന് പറയുമ്പോൾ നിങ്ങൾ തോൽവി സമ്മതിച്ചതായി, ഈ പ്രശ്നങ്ങൾ നിങ്ങൾ ആണ് ഉത്തരവാദി എന്ന് നിങ്ങൾ സമ്മതിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഈ സിറ്റുവേഷനിൽ തോൽവി സമ്മതിക്കുന്നു. അങ്ങനത്തെ ഒരു ഇത് വരുമ്പോഴേ ഈ പേഴ്സൺ വരാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതാണ് ഈ പേഴ്സൻ്റെ ഉദ്ദേശം. അതാണ് ചോദിച്ചപ്പോൾ വേണമെങ്കിൽ വരാമെന്നുള്ളൊരു ഇതാണ്. മൈൻഡ് ഗെയിംസ് കളിക്കുന്നുണ്ട് ഈ പേഴ്സൺ കേട്ടോ. എന്ന് വെച്ചാൽ ഈ പേഴ്സൺ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഫൈറ്റ് ചെയ്യാനാണെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് വരണ്ടേ. അപ്പോൾ അതിന് വരുന്നുണ്ടെങ്കിലും അത് നിങ്ങൾ മനസ്സിലാക്കരുത് ആ പേഴ്സൺ ആഗ്രഹിച്ചാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതെന്ന്. അപ്പോൾ അത് എങ്ങനെ നിങ്ങളെ പറ്റിക്കാം എന്നതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പേഴ്സൺ. ഭയങ്കര ഒരു കണ്ണിങ് എനർജിയാണത്. ഒരു ജീവിക്കാൻ അറിയാത്തൊരു എനർജിയാണത്. ആരോടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എപ്പോഴും ആധിപത്യം വേണമെന്ന് ആഗ്രഹിക്കുന്ന, ഫുൾ കൺട്രോൾ, റിലേഷൻഷിപ്പിൻ്റെ ഫുൾ കൺട്രോൾ ഈ പേഴ്സൺ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഈ പേഴ്സൺ. ഇത് ഹൈ പ്രീസ്റ്റസും ഹെറോഫാൻറ്റും ആണ്. ഇത് ഡിവൈൻ മാസ്കുലിനും ഡിവൈൻ ഫെമിനിനുമാണ്. നിങ്ങൾ രണ്ടുപേരും ഹസ്ബൻഡ് വൈഫാണ്, അല്ലെങ്കിൽ സോൾമേറ്റ് കണക്ഷനാണ്. പക്ഷേ ഈ പേഴ്സൺ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്ത് പോകാൻ പറ്റാത്തത്. മനസ്സിലായോ? ഈ പേഴ്സൺ നിങ്ങളുടെ മുകളിൽ ആധിപത്യം സ്ഥാപിക്കണം. നിങ്ങൾ അവസാനം തോറ്റ് ഈ പേഴ്സണോട് തിരിച്ചു വരാൻ പറയും എന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് ഇത് കാര്യങ്ങൾ പോകുന്നത്. കുറച്ചൊരു ശുദ്ധതയുള്ള, ഇത്തിരി ഒരു മണ്ടത്തരമുള്ള ഒരു സ്ത്രീയോ പുരുഷനോ ആണിത്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് സിറ്റുവേഷൻ. വരാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. വേണമെങ്കിൽ നിനക്ക് വേണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ വരാം, എനിക്ക് വലിയ കാര്യമൊന്നുമില്ല, നീ ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റുമെന്നൊക്കെ വെറുതെ അഹങ്കരിക്കുന്ന ഒരു എനർജി. പക്ഷേ ഒരു നിമിഷം പോലും നിങ്ങളെ മറക്കാത്തൊരു എനർജിയാണ്. അപ്പം നിങ്ങളെ എന്തെങ്കിലും തിരിച്ചു വിളിക്കുമെന്ന് ആശിച്ചിരിക്കുന്ന ഒരു എനർജിയും കൂടിയാണ് ഇവിടെ കേട്ടോ. ഇതാണ് രണ്ടാമത്തെ റീഡിങ്. ടോറസ്, വെർഗോ, പൈസീസ്, ഏരീസ്, പൈസീസ്, കാപ്രിക്കോൺ, അക്വേറിയസ്, വെർഗോ, ഇതാണ് രണ്ടാമത്തെ റീഡിങ്. ഇനി നമ്മൾ മൂന്നാമത്തെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. മൂന്നാമത്തെ റീഡിങ് ഇത് ഓറക്കിൾ, ശരി, ഓവറോൾ എനർജിയാണ്. നമുക്ക് ഓറക്കിൾ മെസ്സേജ് നോക്കാം.
എന്താണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള മെസ്സേജ് വരുന്നതെന്ന് നോക്കാം. ഭഗവാനെ ഒരു കാർഡാണ് വന്നത്. അത് ആദിശക്തിയാണ്, എംബ്രേസിങ് ദ റെലം ഓഫ് ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ്. അപ്പോൾ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ജീവിതത്തിലുള്ളത് ചിലപ്പോൾ നിങ്ങളുടെ സോൾമേറ്റ് ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ മാരീഡ് ആയിരിക്കാം, പക്ഷെ രണ്ടുപേരും തമ്മിൽ അൺഹാപ്പി ആയിരിക്കാം. എന്നാലും നിങ്ങളുടെ ജീവിതത്തിലുള്ള ആളിൽ നിന്ന് നിങ്ങൾക്ക് സപ്പോർട്ടും അഡ്വൈസും എല്ലാം എടുക്കാമോ എന്നാണ് പറയുന്നത്. നിങ്ങൾ ചിലപ്പോൾ മനസ്സുകൊണ്ട് ഈ പേഴ്സണെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇഷ്ടപ്പെടുന്നില്ലായിരിക്കാം നിങ്ങളെ. എന്തായാലും നിങ്ങളാണ് സോൾമേറ്റ് കണക്ഷൻ, നിങ്ങൾ മെയ്ഡ് ഫോർ ഈച്ച് അതർ ആണ്. പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? സ്ട്രെസ്സാണ്, 9 ഓഫ് സ്വർഡ്സ്. ഉറക്കമില്ല, ആകെ കൂടെ ഭ്രാന്ത് പിടിച്ച പോലത്തെ ഒരു സിറ്റുവേഷനാണ്. അത് നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഈ പേഴ്സൺ ഈ സിറ്റുവേഷനിൽ ഇരിക്കുന്നത്? ഇങ്ങനെ ഡിപ്രഷൻ ആയത് എന്തുകൊണ്ടാണ്? ഈ പേഴ്സണ് തെറ്റ് ചെയ്തു എന്നൊരു ബോധമുണ്ട്, ഒരു ബോധ്യം വന്നിട്ടുണ്ട്, ഞാൻ എന്തോ മണ്ടത്തരം ചെയ്തു എന്ന്. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു സ്ട്രെസ്സാണ്. ഇതെങ്ങനെ റിക്കവർ ചെയ്യാം, ഈ സിറ്റുവേഷൻ എങ്ങനെ റിക്കവർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ള സ്ട്രെസ്സാണ്. അപ്പോൾ പുറമേ ഈ പേഴ്സൺ എല്ലാവരുടെയും മുമ്പിലുമേ കുഴപ്പമൊന്നുമില്ലാതെ ഞാൻ ഹാപ്പി ആണെന്ന് പറയുന്നുണ്ടെങ്കിലും ഭയങ്കര സ്ട്രെസ്സിലാണ്. മനസ്സിലായിട്ടുണ്ട് ഞാൻ ചെയ്തത് തെറ്റാണെന്ന്. അപ്പോൾ അതെങ്ങനെ ഈ തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ അത് കുറ്റബോധം മാത്രം പോരാ, അത് സോൾവ് ചെയ്യണം. അപ്പോൾ ഇതെങ്ങനെ സോൾവ് ചെയ്യുന്നു ഒരെത്തും പിടിയില്ല. അപ്പം അത്രയും വലിയ പ്രശ്നങ്ങൾ എന്തോ ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. നമുക്ക് നോക്കാം അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഇത് നോ കോണ്ടാക്റ്റിലിരിക്കുന്ന അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഉപേക്ഷിച്ച് പോയവർ അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആയിരിക്കുന്നവർക്കൊക്കെ 2025 നിങ്ങളുടെ സിറ്റുവേഷൻ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുമോ? അതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ അവരുടെ അവസ്ഥയാണ് പറയുന്നത്. ഈ പേഴ്സണെ നേരെ വന്ന് സോറി പറഞ്ഞ് സോൾവ് ചെയ്യാം പ്രശ്നം, പക്ഷെ ഷോർട്ട് കട്ട്സ് ആണ് നോക്കുന്നത്. അങ്ങനെ വരാൻ വഴിയില്ല. അപ്പോൾ ഷോർട്ട് കട്ട്സ് നോക്കുന്നതുകൊണ്ടാണ് കാര്യങ്ങൾക്ക് ഡിലേ വരുന്നത്. അപ്പോൾ ഒരു കുറവ് ഈ പേഴ്സണ് ഫീൽ ചെയ്യുന്നുണ്ട്, നിങ്ങളില്ലാത്തതിൻ്റെ ഒരു കുറവ് ഈ പേഴ്സണ് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു എന്താ പറയുക, ഒരു കൺട്രോൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. ഈ റിലേഷൻഷിപ്പിൻ്റെ മുകളിലുള്ള എൻ്റെ കൺട്രോൾ ഞാൻ വിട്ട് തരില്ല എന്നൊരു സിറ്റുവേഷനിലാണ് ഈ പേഴ്സൺ കേട്ടോ. പക്ഷേ എന്നാലും ഉള്ളിൽ ഭയങ്കര ടെൻഷനിലാണ്. 10 ഓഫ് കപ്സ് ആണ് ആഗ്രഹിക്കുന്നത്, ഹാപ്പിനെസ് ആഗ്രഹിക്കുന്ന ഒരാളാണ്, ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷേ ഈഗോ കാരണം അതിനൊന്നും ട്രൈ ചെയ്യാത്ത ഒരാളാണ്, അതിനൊന്നും മുൻകൈ എടുക്കാത്ത ഒരാളാണ്. അപ്പോൾ ഒരു ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. 10 ഓഫ് കപ്സ് ആണ് ആഗ്രഹിക്കുന്നത് നിങ്ങളായിട്ട്. നിങ്ങളോട് ഭയങ്കര പാഷനറ്റ് ആയിട്ടാണ് നിങ്ങളെക്കുറിച്ച് വിചാരിക്കുന്നത്. വെയിറ്റ് മീൻസ് നിങ്ങളില്ലാണ്ട് പറ്റില്ല ഈ പേഴ്സണ്. ഓക്കെ, വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയില്ല. പക്ഷേ എന്നാലും ഒരു ആക്ഷൻ ഞാൻ എടുക്കില്ല. അപ്പോൾ അതിൻ്റെ സ്ട്രഗിളാണ്, മനസ്സിലായോ? നമ്മൾ കുറച്ച് ക്ഷമയുള്ള ആളാണെങ്കിൽ ഓക്കെ, അവിടെ ഈ സിറ്റുവേഷൻ മാറട്ടെ തന്നെത്താനെ. അതിൻ്റെ ഒരു ഓട്ടമുണ്ട്, ഒരു സർക്കിളുണ്ട്, അത് ഓടി തീർന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നടക്കും എന്ന ഒരു ചിന്ത, ആ ഒരു പോസിറ്റീവ് ഇതെടുക്കാൻ ധൈര്യമില്ലാത്ത, മനസ്സിലായോ? എന്നാൽ ആക്ഷൻ എടുക്കാൻ അതുവരെ വെയിറ്റ് ചെയ്യാൻ വയ്യ, എന്നാൽ ആക്ഷൻ എടുക്കാനും മടിക്കുന്ന ഒരു എനർജിയാണിത്.
ഇവിടെ ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ ആണ് സ്ട്രോങ് ആയിട്ടുള്ള സോഡിയാക് സൈൻ കാണിക്കുന്നത്. ഇനി എന്ത് കാരണം കൊണ്ടാണ് റിലേഷൻഷിപ്പ് ഉപേക്ഷിച്ചത്? എന്ത് കാരണം കൊണ്ടാണ് റിലേഷൻഷിപ്പ് ഉപേക്ഷിച്ച് പോയത് ഈ പേഴ്സൺ? ഉപ്പൻ്റെ സൗണ്ട് കേട്ടാ. കമ്മ്യൂണിക്കേഷനിൽ പ്രശ്നം ഉണ്ടായിരുന്നോ? അതല്ലെങ്കിൽ ഇവിടെ എക്സ്പെക്റ്റേഷൻസ് ആ പേഴ്സണ്, ഈ റിലേഷൻഷിപ്പിന് നമുക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും അല്ലേ? ആ എക്സ്പെക്റ്റേഷൻ ഒരാൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരുന്നു റിലേഷൻഷിപ്പിൽ. എന്തായാലും ഒരു എന്താ പറയുക, സന്തോഷമില്ലായ്മ ഉണ്ടായിരുന്ന പോലെ കമ്മ്യൂണിക്കേഷനിലോ അല്ലെങ്കിൽ പ്രവൃത്തികളിലോ ഒരു സന്തോഷമില്ലായ്മ ഉണ്ടായതുകൊണ്ട് ഈ പേഴ്സൺ സന്തോഷം അന്വേഷിച്ച് പോയതാണ്. ഞാൻ എൻ്റെ സന്തോഷം അന്വേഷിച്ച് പോവുകയാണ് എന്ന് പറഞ്ഞ് മാറി നിന്ന ഒരു എനർജി പോലെ സ്നേഹം. ഇവിടെ ലവ് എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. ലവിൻ്റെ എപ്പോഴും ലവ് കാണിക്കണമെന്നൊരു സിറ്റുവേഷൻ എല്ലാത്തിലും. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതാണ്, അവളുടെ ഒരു ബോയ് ഫ്രണ്ട്. അപ്പോൾ ഇവൾക്ക് മൃഗങ്ങളെ ഇഷ്ടമാണ്. മൃഗങ്ങളെ ഇഷ്ടമാകുമ്പോൾ ഇവള് പട്ടിക്കുട്ടിയാണെന്ന് തോന്നുന്നുണ്ട്. പട്ടിക്കുട്ടിയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പം ഇവൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഇവള് പട്ടിക്കുട്ടിയെ കെട്ടിപ്പിടിച്ചു. ഇങ്ങനെ ഭയങ്കര സ്നേഹം. അപ്പോൾ ഇവളുടെ കണ്ണിൽ നമുക്ക് നോക്കുമ്പോൾ അറിയാം ഇവൾക്ക് ആ പട്ടിക്കുട്ടിയോടുള്ള സ്നേഹം. അപ്പോൾ ഇവനെന്താ പറയുന്നറിയോ, നീ എന്തെങ്കിലും ഈ പട്ടിക്കുട്ടിയെ പോലെ എന്നെ അത്രയും സ്നേഹം കാണിക്കുമോ എന്നൊരു ചോദ്യം ചോദിച്ചു. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ അത് ഇവരുടെ സ്നേഹം തട്ടിപ്പറിച്ച് നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന പോലെയാണ് ഈ പേഴ്സണ് തോന്നുന്നത്. അത് ഭയങ്കര പ്രശ്നമായിട്ട് വരും. അത് പ്രശ്നമായി നിങ്ങൾ തമ്മിൽ. അതാണ് നിങ്ങളുടെ സ്നേഹം വേറെ ആർക്കും പാടില്ല. ഈ പേഴ്സണ് തന്നെ കിട്ടണമെന്ന് ആഗ്രഹിച്ചിരുന്നത്. ഇത് അങ്ങോട്ടാണോ, നിങ്ങളുടെ എനർജിയാണോ പേഴ്സൻ്റെ എനർജിയാണോ എന്ന് അറിയില്ല. നിങ്ങളോടുള്ള ഫീലിങ്സ് നോക്കുമ്പോൾ ഇതാണ് കാണിക്കുന്നത്. എനർജീസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും മറിഞ്ഞും വരും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ എടുക്കുക. എന്തായാലും നിങ്ങൾ എപ്പോഴും മറ്റുള്ളവരോട് സ്നേഹം കാണിക്കും. ഈ പേഴ്സണോട് അധികം സ്നേഹം കാണിക്കാറില്ല എന്നൊരു സിറ്റുവേഷൻ. ഈ കമ്മ്യൂണിക്കേഷൻ കാർഡ് തന്നെ ഇവിടെ വന്നേക്കുന്നത്. അപ്പോൾ ഈ പേഴ്സണ് തുറന്ന് പറയണം, സ്നേഹം പ്രകടിപ്പിക്കണം. അങ്ങനത്തെ ഒരു ആളാണിത്, സ്ത്രീയായാലും പുരുഷനായാലും. അപ്പോൾ അത് നിങ്ങളിൽ നിന്ന് വന്നില്ല. അതുകൊണ്ടാണ് ഈ പേഴ്സൺ ഒരു തേർഡ് പാർട്ടി കണക്ഷനിലേക്കാണ് പോയത്. തേർഡ് പാർട്ടി കണക്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ തേർഡ് പാർട്ടികൾ, ഈ പ്രകടിപ്പിക്കുന്ന തേർഡ് പാർട്ടികളിൽ പൊതുവേ ആളുകൾക്ക് നമ്മളെ എങ്ങനെയാണ് അവർ കാണുന്നത് അതനുസരിച്ചിട്ടാണ് എടുക്കുക. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചിരിച്ച് കളിച്ച് നിൽക്കുമ്പോൾ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള എനർജിയാണ് എന്ന് വിചാരിക്കുന്നത്. പക്ഷേ എല്ലാവരോടും ചിരിക്കുമെങ്കിലും ഉള്ളിൽ കപടതയുള്ള എന്തോരം ആളുകളുണ്ട്. പക്ഷെ പുറമേ ഉള്ള ആളുകൾക്ക് അത് മനസ്സിലാവില്ല. അപ്പോൾ അവർ അങ്ങനെ അഭിനയിക്കുന്ന ആൾക്കാരെ വളരെ നല്ല ആളുകളാണെന്ന് പറയും അല്ലേ? സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയാത്തവർ ഭയങ്കര മോരടനാണ്, അല്ലെങ്കിൽ ഭയങ്കര മോരയുടെ സ്വഭാവമുള്ള സ്ത്രീയാണെന്ന് പറയും. അപ്പോൾ അതുപോലത്തെ ഒരു സിറ്റുവേഷനിലേക്കാണ് നിങ്ങളുടെ പേഴ്സൺ പോയത്. നിങ്ങളുടെ പേഴ്സൺ ഒരു തേർഡ് പാർട്ടിയുടെ കൂടെ പോയപ്പോൾ തേർഡ് പാർട്ടി സ്നേഹം കൂടുതലായിട്ട് പ്രകടിപ്പിക്കുന്ന ഒരു തേർഡ് പാർട്ടിയാണ്. അപ്പോൾ ഇവിടെ സ്നേഹം കിട്ടാത്തത് കൊണ്ടാണ് വേറെ സ്നേഹം അന്വേഷിച്ച് പോയതെന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. അതൊരു എക്സ്ക്യൂസാണ് അല്ലേ? അതൊരു എക്സ്ക്യൂസാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഈ പേഴ്സൺ പറയുന്നത്. അതുകൊണ്ട് കുറ്റബോധമുണ്ട്. അവിടെ ചെന്നപ്പോൾ ചിലപ്പോൾ കാര്യങ്ങൾ മനസ്സിലായപ്പോൾ തിരിച്ചു വരാൻ പറ്റാത്ത പോലത്തെ ഒരു പരിപാടിയായി പോയി എന്നൊരു ബോധമുള്ളതുകൊണ്ടായിരിക്കും ഈ സ്ട്രെസ്സ്. എങ്ങനെ തിരിച്ചു പോകും? അപ്പോൾ തേർഡ് പാർട്ടി കാണിച്ച സ്നേഹമെല്ലാം വെറുതെ ആയിരുന്നു എന്നൊരു മനസ്സിലായിട്ടുണ്ടാവും. ഞാനിത് കണ്ടുകൊണ്ട് പറഞ്ഞതാണ്. ഇവിടെ നമ്മൾ കാണിക്കുന്ന നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ സ്നേഹം കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് റിലേഷൻഷിപ്പ്. നിങ്ങളോടുള്ള ഫീലിങ്സ് അല്ല, ഈ പേഴ്സണ് എന്തുകൊണ്ടാണ് റിലേഷൻഷിപ്പ് ഉപേക്ഷിച്ചതെന്നാണ് പറഞ്ഞത്. ഇതുകൊണ്ടാണ് നിങ്ങൾ ആവശ്യത്തിന് സ്നേഹം ഈ പേഴ്സണ് കൊടുത്തില്ല, അതുകൊണ്ടാണ് ഈ പേഴ്സൺ തേർഡ് പാർട്ടി അന്വേഷിച്ച് പോയെന്നാണ് പറയുന്നത്. എന്തായാലും കഷ്ടം. നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് ഈ പേഴ്സൻ്റെ? നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങളോട് ഇപ്പോൾ എന്താണ് ഫീലിങ്സ് ഈ പേഴ്സണ്? ഓക്കെ, അപ്പോൾ ഈ പേഴ്സൺ പറയുന്ന റിലേഷൻഷിപ്പിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ സ്നേഹം നിങ്ങൾ പണ്ടത്തെ പോലെ ഈ പേഴ്സണെ സ്നേഹിക്കുന്നില്ല എന്നാണ് പേഴ്സൺ പറയുന്നത്. പണ്ട് തുടക്കത്തിലെ, വിവാഹത്തിൻ്റെ തുടക്കത്തിലെയോ റിലേഷൻഷിപ്പിൻ്റെ തുടക്കത്തിലെയൊക്കെ നിങ്ങൾ ഭയങ്കര സ്നേഹമായിരുന്നു. പിന്നീട് എപ്പോഴും നിങ്ങൾ ആ നിങ്ങളുടെ ഇടയിലേക്ക് വേറെ പലരും വന്ന് കയറി. ചിലപ്പോൾ നിങ്ങളുടെ പാരൻസ്, ചിലപ്പോൾ കുട്ടികൾ ഒക്കെ വന്നിട്ടുണ്ടാകും. പക്ഷെ അത് ഈ പേഴ്സൺ സഹിക്കാൻ പറ്റും. ചിലപ്പോൾ പെറ്റ്സാണ് വന്ന് കയറിയിട്ടുണ്ടാകും. ഈ പേഴ്സൺ അത് സഹിക്കാൻ പറ്റുന്നില്ല.
ഈ പേഴ്സൺ സ്നേഹിക്കുന്നവർ ഈ പേഴ്സണിൻ്റെ മാത്രമായിരിക്കണമെന്നാണ് ഈ പേഴ്സൺ വിചാരിക്കുന്നത്. സ്വാർത്ഥത, നമ്മൾ സ്വാർത്ഥത എന്ന് പറയും, ഓക്കെ. ചിലപ്പോൾ ഇതെങ്ങനെയായിരിക്കും ഈ പേഴ്സണിൻ്റെ സ്വഭാവം? എന്തായാലും ഭയങ്കരമായിട്ടുള്ള ഈ പേഴ്സണോട് അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, മനസ്സിലായോ? കാരണം എപ്പോഴും ഒരാളെ തന്നെ പ്ലീസ് ചെയ്തുകൊണ്ടിരിക്കാൻ നടക്കുന്ന കാര്യമില്ല. നമ്മളുടെ ചുറ്റും നമ്മളുടെ സൊസൈറ്റി ജീവിക്കുന്ന, നമുക്ക് പാരൻസ് ഉണ്ട്, പിള്ളേരുണ്ട്, ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മൾ സമയം കണ്ടെത്തും. ഒരാളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ജീവിക്കേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ അതൊരു ട്രാപ്ഡ് സിറ്റുവേഷനാണ്. ഈ പേഴ്സൺ നിങ്ങളെ ട്രാപ്പ് ചെയ്ത് വെക്കാനാണ് ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഒക്കെ ഈ പേഴ്സണ് കിട്ടുന്ന സ്നേഹം കുറഞ്ഞു പോകുന്നെന്ന് ഈ പേഴ്സണോട് തോന്നില്ല. അപ്പോൾ ഇപ്പോഴും അങ്ങനെയാണ് വിചാരിക്കുന്നത്, നിങ്ങൾ ഈ പേഴ്സണ് കിട്ടേണ്ട സ്നേഹം ഈ പേഴ്സണെ സ്നേഹിക്കുന്നില്ല, വെറുതെ അഭിനയമാണ് നിങ്ങളുടെ എന്നൊക്കെയാണ് പേഴ്സൺ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ തേർഡ് പാർട്ടി കണക്ഷൻ, അതുകൊണ്ടാണ് അത് നിങ്ങൾ കാരണമാണ് തേർഡ് പാർട്ടി കണക്ഷനിലേക്ക് പോയത്, സന്തോഷം കിട്ടാൻ വേണ്ടി മാത്രമാണ് പോയത് എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. ചാരിയറ്റ്, ക്യാൻസർ സോഡിയാക് സൈൻ ഇവിടെ കാണിക്കുന്നുണ്ട്. എന്തായാലും എല്ലാം നിങ്ങൾ തെറ്റാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ തിരിച്ചു വരാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണോ ഈ പേഴ്സൺ? ഭയങ്കര ഡോമിനേറ്റിംഗ് പേഴ്സണാലിറ്റിയാണ്. ഇപ്പോഴും നെഗറ്റീവ് തോട്ട്സ് ഉണ്ട്. ഇപ്പോഴും നിങ്ങൾ വന്നിട്ട് എന്താ കാര്യം, നിങ്ങൾ പഴയ പോലെ തന്നെയല്ലേ, നിങ്ങൾ മറ്റുള്ളവരല്ലേ സ്നേഹിക്കുന്നത് എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഈ പേഴ്സൺ. ഈ പേഴ്സൺ പോയിട്ട് പേഴ്സൻ്റെ പുറകെ പോകാൻ പോലും ഉള്ള മനസ്സ് കാണിച്ചില്ല, തിരിച്ചു വിളിക്കാൻ നോക്കിയില്ല എന്നൊക്കെ പറയുന്ന ഒരു മെൻറ്റാലിറ്റിയാണിത്. റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്നുണ്ട് പേഴ്സൺ കേട്ടോ. പക്ഷേ അത് കണ്ണിങ് ആണ്, നിങ്ങളുടെ സൈഡിൽ നിന്ന് വരണം എന്നാണ്. നിങ്ങൾ തെറ്റ് ആക്സെപ്റ്റ് ചെയ്യണം. എന്നുവെച്ചാൽ നിങ്ങൾ ഈ പേഴ്സണെ സ്നേഹിക്കുന്നില്ല എന്ന് തന്നെയാണ് പേഴ്സൺ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ഈ പേഴ്സണ് കൊടുക്കുന്ന സ്നേഹം നിങ്ങൾ വേറെ ആരുമായിട്ട് ഷെയർ ചെയ്യാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സൺ, ഒരു എനർജിയിലാണിത്. അപ്പോൾ സ്വയം ഫൂളാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണിത്. ഇവിടെ 4 സോഡിയാക് സൈൻസ് ഉണ്ട്. ഏരീസ്, വെർഗോ, പൈസീസ്, അക്വാരിയസ്. അക്വാരിയസ് ഭയങ്കര സ്ട്രോങ് ആണ് ഇവിടെ. വരാൻ പറ്റുന്ന സാഹചര്യത്തിലാണ്, പക്ഷേ ഈ കള്ളത്തരത്തിൽ ഈ പേഴ്സൺ പറയുന്നത് എനിക്കിപ്പോൾ വരാൻ പറ്റില്ല, ഞാൻ അവിടെ ചെന്നിട്ട് കാര്യമില്ല, കാരണം എന്നോട് ആരും സ്നേഹിക്കുന്നു. ഇത് വളരെ സില്ലി ആയിട്ടുള്ള ഒരു എനർജി ആയിട്ട് തോന്നുന്നത്. എന്തായാലും പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടോ വരാനായിട്ട്? വേണമെങ്കിലൊക്കെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതും കൂടെ വേണമല്ലോ. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇവിടെ ഒരു ഗ്രോത്ത് കാണുന്നില്ല എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. വന്നിട്ട് കാര്യം എന്താണ്? ഒരു സന്തോഷം ഉണ്ടാവില്ല, ഒരു പോയ കാര്യങ്ങളൊന്നും തിരിച്ചു പിടിക്കാൻ പറ്റില്ല, ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവാൻ പോകുന്നില്ല എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വന്നിട്ട് കാര്യമില്ല. അപ്പോൾ ഈ പേഴ്സൺ ഭയങ്കര സെൽഫിഷ് ആയിട്ടാണ് ചിന്തിക്കുന്നത്. അപ്പോൾ വന്നിട്ട് കാര്യമില്ല എന്നാണ് ഈ പേഴ്സൺ ചോദിച്ചു കഴിഞ്ഞപ്പോൾ നോ ആണ് പറയുന്നത്. വരണമെന്ന് ആഗ്രഹമുണ്ട്, യെസ് കാർഡ് റിവേഴ്സ് വന്നിരിക്കുകയാണ്, അപ്പം നോ എന്നാണ് വരുന്നത്. അത് പേഴ്സൻ്റെ അഭിനയമാണ്. വരണമെന്ന് ആഗ്രഹിക്കുന്നൊക്കെ ഉണ്ട്, അതുകൊണ്ടാണല്ലോ സ്ട്രെസ്. പക്ഷേ തൽക്കാലം വരുന്നില്ല, വന്നിട്ട് എന്താ കാര്യം? അപ്പോൾ ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലാത്ത ഒരാളാണ്, ഒരു സ്ത്രീയാണ്, പുരുഷനാണ്. എപ്പോൾ മീൻസ് ഒരു ആലോചന ഇല്ലാണ്ട് എടുത്തു ചാടുന്ന ഒരു എനർജിയാണ്. അതാണ് ഇവിടെ പ്രശ്നമായിരിക്കുന്നത്. അപ്പം ഇപ്പോഴും ആ ഒരു ഈഗോ ഒക്കെ ഉള്ള ഒരു എനർജിയാണ്, മനസ്സിലായോ? ആ പഴയ അതേ മെൻറ്റാലിറ്റിയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. നിങ്ങൾക്ക് ആ പേഴ്സണെ ഇഷ്ടമല്ല എന്ന സിറ്റുവേഷനിൽ ആണ് നിൽക്കുന്നത്. പേഴ്സണിൻ്റെ ലൈഫിൽ തേർഡ് പാർട്ടി ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഉപേക്ഷിച്ച് പോകുന്ന നിങ്ങളുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാലും നിങ്ങളും സ്നേഹം കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ ഇല്ല ഇവിടെ ഇല്ലാത്ത സിറ്റുവേഷനിലാവും. അതുകൊണ്ടാണ് ഈ തേർഡ് പാർട്ടി കണക്ഷനിൽ ഈ പേഴ്സൺ സ്റ്റക്കായിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ പേഴ്സൺ അതിട്ടിട്ട് പോരേണ്ട സമയം കഴിഞ്ഞു. അപ്പോൾ ഇതാണ് കാര്യം. ഇതുകൊണ്ടാണ് വരാൻ ആഗ്രഹിക്കാത്ത, ഇതുകൊണ്ടാണ്. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവാത്തതെന്ന് വെച്ചാൽ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടുപേരുടെയും ജീവിതം പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. വെറുതെ അകന്നിരുന്നിട്ട് ഈഗോ കാരണവും ചെറിയ ചെറിയ സില്ലി ആയിട്ടുള്ള പൊട്ടത്തരം കാരണമൊക്കെ രണ്ടുപേരും അകന്നിരുന്നിട്ട് രണ്ടുപേരുടെയും ജീവിതം കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുമിച്ച് ജീവിച്ചാലേ ഒരു ജീവിതമുള്ളൂ. ഇത് വെറുതെ എനിക്ക് അറിഞ്ഞൂടാ. പൈസീസ്, സാജിറ്റേറിയസ്, ടോറസ്, ലിബ്ര ആണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇതാണ് മൂന്നാമത്തെ റീഡിങ്. ഇങ്ങനെ കുറേ ആളുകൾ ഈ സോഡിയക് സൈനൊക്കെ ഞാൻ പറഞ്ഞതാണ്. പറയാത്ത എന്തെങ്കിലും ഇതിനിടയിലുണ്ടോ എന്ന് നോക്കിയിരുന്നു. എല്ലാം തോന്നുന്നു ഇതെല്ലാം പറഞ്ഞതാണ് അല്ലേ.
ഓക്കെ, അപ്പോൾ ഇതോടെ ഞാൻ ഇന്നത്തെ റീഡിങ് നിർത്തുകയാണ്. നാളെ ക്രിസ്മസ് ആണ്. എന്നാൽ ക്രിസ്മസ് ഈവാണ്. എല്ലാവരും ഭയങ്കര തിരക്കിലായിരിക്കും. സ്റ്റാറൊക്കെ തൂക്കിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ഹിന്ദുക്കളായതുകൊണ്ട് പള്ളിയിലൊന്നും പോകാറില്ല. അപ്പോൾ ഏതായാലും യേശുനാഥൻ നാളെ വീണ്ടും ജനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു ക്രിസ്മസ് നേരെയാണ്. എവിടെയാണെങ്കിലും, ഏത് ജാതിയാണെങ്കിലും, ഏത് മതമാണെങ്കിലും മെറി ക്രിസ്മസ്. എല്ലാവർക്കും വളരെ നല്ല ഒരു ക്രിസ്മസ് ആയിരിക്കട്ടെ, നല്ലൊരു ദിവസമായിരിക്കട്ടെ നാളെ, അല്ലേ? യേശു ക്രിസ്തു ഓരോ പ്രാവശ്യം ജനിക്കുമ്പോഴും അതൊരു പ്രത്യാശയുടെ ഇതാണ്. എത്രയോ ക്രൂരതയിൽ കൂടെ പോയിട്ടാണ്, അല്ലേ? ആണിയിലൊക്കെ തറച്ച്, ഒന്നും ചെയ്യാത്ത ഒരു മനുഷ്യനെ ആണിയിലൊക്കെ തറച്ച് കൊന്നതാണ്, കുറേ ആൾക്കാരുടെ സെൽഫിഷ്നെസ് കൊണ്ടിട്ട്. പക്ഷെ എന്നാലും ആ ഒരു പുനർജന്മം, അല്ലെങ്കിൽ യേശു ക്രിസ്തു ഓരോ വർഷം ജനിക്കുമ്പോഴും, അതല്ലെങ്കിൽ റെസറക്ഷൻ, ഈസ്റ്ററിൻ്റെ സമയം, അതെല്ലാം നമുക്ക് ഉള്ളിലെ പ്രത്യാശയാണ് തരുന്നത്. ഹോപ്പ്. നല്ലത് വരും, നല്ലത് വരും, നല്ലത് വരും. ഇന്നത്തെ ആ ഒരു ചീത്ത സമയം മാറി നാളെ നല്ലത് വരും എന്നൊരു വിശ്വാസം. അപ്പോൾ എല്ലാവർക്കും ഭഗവാൻ നല്ലൊരു സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും സന്തോഷവുമുള്ളൊരു ക്രിസ്മസ് തരട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ എല്ലാവരും സേഫായിട്ടിരിക്കുക. വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം. എനിക്ക് ക്രിസ്മസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ നാളെ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കും, അത് വേറെ കാര്യം. അപ്പോൾ ചിലപ്പോൾ നാളെ ഞാൻ റീഡിങ് ഇടും. എത്ര പേര് കാണുമെന്ന് അറിയില്ല, എന്നാലും തോന്നിയാൽ, സമയം കിട്ടിയാലും ഇടും. എൻ്റെ ഫ്രണ്ട്സൊക്കെ വരികയാണെങ്കിൽ ചിലപ്പോൾ ഒന്നും നടക്കാൻ വഴിയില്ല, എന്നാലും നോക്കാം കേട്ടോ. അപ്പോൾ ടേക്ക് കെയർ, ബൈ ബൈ, സീ യു.